മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും ഒരു പരിധിവരെ വിശ്വസിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ്. അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. ഭരണവിരുദ്ധ വികാരം കാര്യമായി തന്നെയുണ്ട്. അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെയുണ്ട്, അക്രമാരോപണങ്ങൾ സർക്കാരിനെതിരെയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഉൾപാർട്ടി പ്രശ്നങ്ങളടക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു യാത്രയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിലേറാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം കൂടിയാണ് 2026. 2016-ലും 2021-ലും നിരന്തരമായി പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസ് പരാജയപ്പെടുകയാണ് എങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിനെ അത് ബാധിക്കുവാൻ പോകുന്നത് ഒരു വലിയ ആഘാതമായി തന്നെയായിരിക്കും. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും പരാജയപ്പെട്ടു പോയാലുള്ള ആഘാതവുമൊക്കെ നിലനിൽക്കുകയും അത് അണികൾക്കും പ്രവർത്തകർക്കും മനസ്സിലായിട്ടും KPCC ഏത് തരത്തിലുള്ള മുന്നേറ്റമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വിജയിക്കുവാൻ വേണ്ടി നടത്തുന്നത് എന്ന ചോദ്യത്തിന് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ചുവടുവെപ്പൊന്നും നേതൃത്വം നടത്തുന്നില്ല എന്ന വാദമുയർത്തുന്ന നേതാക്കന്മാർ നിരവധിയാണ്. എല്ലാ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് VD സതീഷിൻ്റെയും KPCC അധ്യക്ഷൻ K സുധാകരൻ്റെയും K മുരളീധരൻ്റെയും ഒക്കെ മറുപടികളോ അല്ലെങ്കിൽ അവരുടെ ഭാഗം അവർ പറഞ്ഞ് വ്യക്തമാക്കുന്നതോ അല്ലാതെ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളോ സമൂഹ മധ്യത്തിൽ വന്നു നിന്നുള്ള പ്രതിഷേധങ്ങളൊന്നും കാര്യമായ രീതിയിൽ നടക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അങ്ങിങ്ങായി മാത്രമാണ് നടക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ ഒരു വലിയ സമര പോരാട്ടം നടത്തിക്കൊണ്ട് ഈ വിഷയം കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള സമരങ്ങളൊന്നും അങ്ങനെ KPCC നടത്തുന്നില്ല എന്ന വാദം ശക്തമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും K സുധാകരൻ KPCC അധ്യക്ഷനായും ഒക്കെ എത്തിയത്. എന്നാൽ ആ നീക്കങ്ങൾക്ക് വലിയ മങ്ങലുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നീക്കുപോക്കുകളാണ് ഒരു വർഷത്തിന് ശേഷമൊക്കെ പിന്നീട് ഇങ്ങോട്ടുണ്ടായത്. KPCC അധ്യക്ഷൻ K സുധാകരനും VD സതീശനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുന്നു. അവർ തമ്മിൽ ഒളിഞ്ഞും തൊലിഞ്ഞുമുള്ള പോര നടക്കുന്നു. അങ്ങനെയൊക്കെ പല വാർത്തകളും കോലാഹലങ്ങൾക്കും എല്ലാം ഒടുവിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് അവയൊന്നും വകവയ്ക്കാതെ KPCCക്ക് മുകളിലൂടെ മറ്റൊരു രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുകയാണ്. KPCC നേതൃത്വത്തിന് മുകളിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഹൈക്കമാൻഡ് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ സുനിൽ കനകോലു എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നിരീക്ഷണം നടത്തി രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കി ആ സംസ്ഥാനത്ത് വിജയിക്കുവാൻ വേണ്ട എല്ലാ തന്ത്രങ്ങളും പയറ്റുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിനെ കേരളത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. KC വേണുഗോപാലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തോടുള്ള വലിയ ഒരു ആശങ്ക, അതായത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള പോക്ക്, അതായത് നിരുത്സാഹപരമായുള്ള പോക്ക് 2026 കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന ചില കണക്കുകൂട്ടലുകളുടെ പുറത്താണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ സുനിൽ കനകോലുമായി സംസാരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും സർവേ നടത്തുകയും ആ സർവേയുടെ പ്രധാന കാരണം നിലവിലിപ്പോൾ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകപ്പെടേണ്ട വിഷയങ്ങൾ എന്ത് എന്ന് അറിയുവാൻ വേണ്ടിയുള്ള സർവേയാണ് പ്രാഥമികമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. KPCC അറിയാതെയാണ് AICCയുടെ ഈ നീക്കമെന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്. 2026 കേരളത്തിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനമാണ് അസം. അസമിലും ഇതേ സ്ഥിതിവിശേഷമാണ്. അവിടെ സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലെ പോലെ തന്നെ പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും അവിടുത്തെ PCC കാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താത്തത് 2026 അസമിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന ഒരു കരുതൽ കൂടിയുണ്ട്. അവിടെ BJP മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും അത് കൃത്യമായ രീതിയിൽ സമരമുഖങ്ങളിലേക്ക് എത്തിക്കുവാൻ അസമിന് സാധിക്കാതെ പോകുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. അവിടെയും ഇത്തരത്തിൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുവാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. സർവേ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടുള്ള സർവേ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്, മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയുമായി ജനങ്ങളുടെ ഹൃദയത്തിൽ കൊള്ളുന്ന തരത്തിലേക്ക് മുൻപിലേക്ക് വെക്കേണ്ട സമര പോരാട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ സുനിൽ കനകോലുവിൻ്റെ ടീം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ KPCC ചെയ്യേണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുനിൽ കനകോലുവിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ AICC നടത്തിക്കൊണ്ടിരിക്കുന്നത്. KPCC നടത്താത്ത പല സമരങ്ങളുടെയും ബാക്കി പത്രങ്ങളായി തെരഞ്ഞെടുപ്പിനോടടുത്ത് ഈ വരുന്ന വർഷത്തിനുള്ളിൽ അങ്ങനെ സമരങ്ങൾ ഇങ്ങനെ ഓരോന്നായി നടത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ തണുത്തു നിൽക്കുന്ന സർക്കാർ വിരുദ്ധ വികാരത്തെ ഒന്നുകൂടി കത്തിക്കുക എന്ന നീക്കത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ് സുനിൽ കനകോലുവിലൂടെ നടത്തുവാൻ തന്നെയാണ് AICCയുടെ തീരുമാനം.
കർണാടകയിൽ KPCC അവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങൾ വീണ്ടും കത്തി എരിയിച്ച നിമിഷങ്ങൾ, അത് അത്തരത്തിൽ തന്നെ കേരളത്തിലും കൊണ്ടുവരിക എന്ന ഉദ്ദേശം സുനിൽ കനകോലുവിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ പേടിഎം എന്നതിന് പകരം PCM എന്ന രാഷ്ട്രീയ ആയുധം അതാക്കി മാറ്റിക്കൊണ്ട് വലിയ പോരാട്ടമായിരുന്നു കർണാടകയിൽ നടത്തിയത്. കർണാടകയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മിന്നുന്ന വിജയം കൈവരിക്കുവാൻ സാധിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ നീക്കം ഈ പറഞ്ഞ പേടിഎമ്മിന് പകരം PCM എന്ന തന്ത്രപരമായ നീക്കമായിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ പോരാട്ടം, ഇത്തരത്തിൽ സർഗാത്മകപരമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ പോരാട്ടം നടത്തുവാനാണ് സുനിൽ കനകോലുവിനെ കേരളത്തിലേക്ക് ഇപ്പോൾ AICC നിയോഗിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് ജനങ്ങളുടെ മുൻപിലേക്ക് വെക്കേണ്ട വാഗ്ദാനങ്ങൾ ഏതൊക്കെയാണ്? നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പിരിമുറുക്കത്തിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി, വന്യമൃഗ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി, പെൻഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി, അങ്ങനെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രാദേശികപരമായ അല്ലെങ്കിൽ ഏറ്റവും ഹൃദയഭേദകമായ പ്രശ്നങ്ങളെ ഓരോന്നും ജനങ്ങൾക്കിടയിൽ നിന്ന് സർവേയിലൂടെ കണ്ടെത്തി അത് സമരമുഖങ്ങളിൽ കൊണ്ടുവന്ന കടുത്ത പോരാട്ടത്തിന്റെ തുടക്കം കുറിക്കുക എന്നതാണ് സുനിൽ കനകോലുവിയുടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മൂന്നാമത്, കണക്കുകൾ പ്രകാരം യുവാക്കൾക്ക് വോട്ട് ചെയ്യുന്നതിനോട് വലിയ വിരക്തിയുണ്ട്. സർക്കാരിനോടും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളോടുമുള്ള വലിയ പ്രതിഷേധവും വലിയ എതിർപ്പും രാഷ്ട്രീയ ബോധമില്ലായ്മയും എല്ലാം യുവാക്കളായ വോട്ടർമാരെ വോട്ടെടുപ്പിന് വരാതിരിക്കുന്ന തരത്തിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. അവർ ഹൃദയം കൊണ്ട് തെരഞ്ഞെടുപ്പിനോട് വലിയ അകൽച്ച കാണിക്കുന്നുണ്ട്. ആ അകൽച്ചയുടെ കാരണം കണ്ടെത്തി അത് പരിഹരിച്ച് കൂടുതൽ യുവാക്കളെ വോട്ടിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതിന്റെ ഗുണഗണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കൂടി യുവാക്കളെ കൂടി ചേർത്ത് നിർത്തുക എന്ന നീക്കത്തിനും സുനിൽ കനകോലു നേതൃത്വം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാതീയ മത സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് ഓരോ മണ്ഡലത്തിലും ജനസ്വാധീനമുള്ള ജനസ്വീകാര്യതയുള്ള നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന തീരുമാനം, ആ തീരുമാനത്തിന്റെ ഭാഗമായി അത്തരത്തിലൊരു സർവേ കൂടി സുനിൽ കനകോലുവിന്റെ ഭാഗമായി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ.